ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചില വിഷയങ്ങളെ കാണുമ്പോൾ ദാനിയേൽ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കാൻ റെഡിയായാൽ, നമ്മളാണെങ്കിൽ മനുഷ്യരെ ഒന്ന് വിളിച്ച് ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി ദാനിയേൽ ഒരു 2 പേരെ കൂട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും ആ പറയുന്നതിൻ്റെ ഇടയിൽ ഈ പ്രശ്ന പരിഹാരത്തെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രയാസം വന്നാൽ ആ പ്രയാസം ഒരു വ്യക്തിയോട് കൈകാര്യം ചെയ്യുമ്പോൾ, ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ, ഈ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പരിഹാരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കത്തില്ലേ? അത് മാനുഷികമാണ്. എന്നാൽ ഇവിടെ ദാനിയേൽ ആരെയും കൂട്ടുപിടിച്ചില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ രാജാവ് വന്ന് സിംഹത്തിന്റെ വായ അടച്ചെന്നല്ല, വിശ്വാസത്താൽ ദൈവം ദാനിയേലിനെ ശ്രേഷ്ഠകരമായി പുറത്തെടുത്തതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ചില വിഷയങ്ങളെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കൈകാര്യം